أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان والشديد على البطش والبرهان حافظ الدين على الفرقان. بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. صدق الله العلي العظيم وصدق وبلغ رسول النبي الكريم وأنا على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ചൊന്നേ ഫീസത്ത് മാല ഞാൻ പുരത്തിടുന്നേ. മുഷ്ഫിറും മുഫല്ലലും മുഖദ്ദമും നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഉം സഅദുല്ലാഹ്. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. مصطفى مصدق مجيب حبيب الله. منذر مزمر مبشر كليم الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. مسلم مكلم مبين صراط الله. مذكر مقدس مجاب نجي الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. നമ്മുടെ ഇതുവരെയുള്ള സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നമ്മൾ പറഞ്ഞത് കേട്ടത് ഇതുവരെ നോക്കിയ നോമ്പെല്ലാം നീ ഏറ്റെടുക്കണേ. അല്ലാഹ് വല്ല പാരമ്പര്യങ്ങളും വന്നുപോയെങ്കിൽ റബ്ബേ നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ അനുകൂലമാകുന്നവരിൽ ഞങ്ങളെ ചേർത്ത് തരണേ റഹ്മാനേ. ഒരു കാരണവശാലും പ്രതികൂലമാകുന്നവരിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് നേരം പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് എടുത്ത നോമ്പ്, അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് നിസ്കരിച്ച നിസ്കാരങ്ങൾ, തറാവീഹ്, തഹജ്ജുദ്, മറ്റുള്ള റവാത്തിബ് സുന്നത്ത്, അതുപോലെ ഫർദ് നിസ്കാരങ്ങൾ എല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനേ. വല്ല അദാലതയും വന്നുപോയിട്ട് അതൊക്കെ നീ പൊറുത്തു തരണേ അല്ലാഹ്. അതൊക്കെ നീ പൊറുക്കണേ യാ റബ്ബി.
യാ അല്ലാഹ് യാ മഹ്ബൂദ് യാ കരീം. അല്ലാഹുവേ സാധുക്കളാ നീ ഇനിയും ഒരുപാട് റമദാനെ വരവേൽക്കാനുള്ള ആഫത്ത് ആഫിയത്ത് ഹിമ്മത്ത് ത്വാഖത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. എല്ലാ ബലാ മുസീബത്തിനെ തൊട്ടും ഞങ്ങളെ നമ്മുടെ അഹ്ലുകാരെ നീ കാക്കണേ യാ റഹ്മാനെ. മഹദിയായ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറകത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാഹ്. നമ്മുടെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കുറച്ച് വിഷയങ്ങൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയാം. ഇന്നത്തെ വിഷയം മുസ്ലിമിന്റെ കോട്ട, വിശ്വാസിയുടെ കവചം എന്ന വിഷയത്തെ സംബന്ധിച്ച അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ. പക്ഷേ അതൊക്കെ പറയുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്ന ആ ഒരു ലേബിളിലേക്ക്, അള്ളാഹുവിൻ്റെ അടിമയായ സ്ത്രീ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ സഹോദരി എന്ന ലേബിളിലേക്ക് നമ്മൾ എപ്പോഴാണ് തിരിയുക, എപ്പോഴാണ് അതിൻ്റെ ഒരു മാർക്കിലേക്ക് എത്തിപ്പെടുക എന്നതിനെ കുറിച്ച് മഹാന്മാരും ഇമാമിങ്ങൾ പറയുന്നത് കാണാം. ഹബീബായ തങ്ങളോട് നമ്മളോട് പറയുന്നത് കാണാം. ചരിത്രം ഒരുപാടുണ്ട്. ഒരു മുസൽമാൻ യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് സത്യത്തിൽ അവൻ്റെ മനസ്സ് എപ്പോഴും സന്തോഷകരമായിരിക്കും. സത്യത്തിൽ അവൻ്റെ എപ്പോഴും ഒരു വിശ്വാസിനി അല്ലെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖുർആനിലും പരിശുദ്ധ ഹദീസിലൊക്കെ പറയുന്നത് കാണാം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ദുഃഖമോ മുഷിപ്പോ ടെൻഷനോ ബേജാറോ വേവലാതിയോ ഒന്നുമില്ലാത്ത ഒരു ജീവിതം. അതായത് അള്ളാഹു കൊടുത്തതുകൊണ്ട് അവൻ കൊടുത്ത നിയമത്തുകളെ മനസ്സിലാക്കി അത് കുറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കാതെ തന്നത് എനിക്ക് ധാരാളമാണ് എന്ന രീതിയിൽ മനസ്സിലാക്കി ഈമാന്റെ കാര്യത്തിലായാലും ഭൗതികമായ കാര്യത്തിലായാലും പാരത്രികമായ കാര്യത്തിലായാലും അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തി. മഹാന്മാർ പറയുന്നത് കാണാം, ചരിത്രത്തിൽ കാണാം. ഇമാം തുർമുദി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് കാണാം. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മകളെ അറിയാം. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ആൾക്കാരെ വിളിച്ചുകൂടുന്ന ഒരു സമയമുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, യഥാർത്ഥ വിശ്വാസം എന്താണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ആരാണ്, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈമാനിക കരുത്ത് എവിടെയാണ് എന്ന സൂചനയിലേക്ക് കൊണ്ടെത്തിക്കാൻ അവരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ അഖ്സ ഏറ്റവും പ്രബലമായ, ഇന്നും ഒരുപാട് മക്കൾ അതിനുവേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രബലമായ ഒരുപാട് പ്രവാചകന്മാരെ കൽപ്പാദം കൊണ്ട് അനുഗ്രഹീതമായ, ഒരുപാട് പ്രവാചകന്മാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സ അല്ലാഹു അവിടെ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അവിടെ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ അമറ യഹ്യാ ഇബ്നു സക്കരിയ. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ജനങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നല്ലാഹ അമറ യഹ്യാ ഇബ്നു സക്കരിയ. നിശ്ചയം സക്കരിയയുടെ മകനായ യഹ്യ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം ബിൽ ഖംസി കലിമാത്ത്, 5 കലിമത്തുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം
മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അനുയായികളെ, തന്റെ വിശ്വാസികളെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, ബിൽ ഖംസി കലിമാത്ത്, ബി ഖംസി കലിമാത്ത്, 5 കലിമത്തുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്ന്, അയ്യഅമല ബിഹാ, അല്ലേ? അല്ലാഹ് പറയാണ് അയ്യഅമല ബിഹാ വയഅമുറു ബിഹാ ബനൂ ഇസ്രായീൽ അയ്യഅലമു ബിഹാ അയ്യഅമലു ബിഹാ. പറയാണ് അയ്യഅമല ബിഹാ വയഹിയ. അല്ലാഹുവിന്റെ പ്രവാചകനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹ് പറയാണ് അയ്യഅമല ബിഹാ, ആ 5 കാര്യം അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. മാത്രമല്ല വയഅമുറു ബിഹാ, ആ 5 കാര്യങ്ങളോട് നിങ്ങൾ കൽപ്പിക്കണം. ബനൂ ഇസ്രായീൽ, ആരോട്? ബനൂ ഇസ്രായേലികാരായ നിങ്ങളുടെ വിശ്വാസികളായ ആൾക്കാരോട് നിങ്ങൾ കൽപ്പിക്കണം. അയ്യഅമലു ബിഹാ, അതുകൊണ്ട് അവർ പ്രവർത്തിക്കട്ടെ. അല്ലാഹ് പറയാണ് സക്കരിയയുടെ മകനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് കൽപ്പിച്ചു, 5 കലിമാത്തി, 5 കലിമത്ത് കൊണ്ട് അയ്യഅമലു ബിഹാ, അതുകൂടി പറയാണ് അയ്യഅമലു ബിഹാ, അതുകൊണ്ട് താങ്കൾ പ്രവർത്തിക്കണം. വയഅമുറു ബിഹാ ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലിലേക്കാണ് പ്രവാചകന്മാരെ ഏറ്റവും കൂടുതൽ അയക്കപ്പെട്ടത്. ബനൂ ഇസ്രായേലിലാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ബനൂ ഇസ്രായേൽ തന്നെയാണ് ഏറ്റവും പ്രവാചകന്മാരെ കൊല്ലപ്പെട്ടത്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കൾ പിന്നാലെ കൂടി ഓടി പിടിച്ചു. ചരിത്രം പറയുന്ന കാണാം, ചരിത്രത്തിൽ കാണുകയും അദ്ദേഹം ജൂതന്മാരായ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ കശാപ്പ് ചെയ്ത ഒരു വിഭാഗമാണ് യഹൂദികൾ, അതായത് ജൂതന്മാർ. ഇന്നും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഫലസ്തീനിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും അല്ലാഹുവേ, ഇത്ര മക്കളെ ഇപ്പോൾ കൊല്ലപ്പെടുന്നത് പടച്ചോനെ നിന്റെ മഹത്വം കൊണ്ട് ഈ പരിശുദ്ധ റമളാന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ആ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. കണ്ട് സഹിക്കാൻ പറ്റൂല. നമ്മളെ മുമ്പിൽ ചെറിയ മക്കൾ ഇപ്പം കാണുന്നില്ലേ, കുഞ്ഞുമക്കൾ ഓടി നടക്കുന്ന ആ പ്രായത്തിലുള്ള മക്കൾ കയ്യറ്റും കാലറ്റും തലയറ്റി പോയിട്ട് കണ്ടുപോയിട്ട് കിടക്കുന്ന കാണുമ്പോൾ വല്ലാണ്ട് സങ്കടപ്പെട്ടു പോയി. അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. എപ്പോഴും ദുആ ചെയ്യണം. അപ്പം ആ നാട്ട് പണ്ടേ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലോകത്ത് ഏറ്റവും കൂടുതൽ നിഷ്കരുണം വധിച്ചു കളഞ്ഞ വിഭാഗമാണ് ജൂതന്മാർ, യഹൂദികൾ, നസാറാക്കളെക്കാൾ കൂടുതൽ ജൂതന്മാരാണ്. ആ ജൂതന്മാരാണ് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് പിന്നാലെ ഓടുന്ന ഓട്ടത്തിൽ മഹാനവറുകൾ ഒരു മരത്തിന്റെ പൊത്ത് കാണുകയാണ്. ചരിത്രത്തിൽ കാണാം, ആ മരത്തിന്റെ പൊത്തിലേക്ക് അദ്ദേഹം മാറ്റി പിടിച്ച് ആ മരത്തിന്റെ പൊത്തിലേക്ക് തായോട്ടിറങ്ങി എന്ന് പറയുന്നത് കാണുക. ആ തായോട്ടിറങ്ങി നിൽക്കുന്ന സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജൂതന്മാരിൽ ഒരു മനുഷ്യൻ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ബാക്കിയുള്ള വിളിച്ചത് ഭയങ്കര അതിൻ്റെ ഉള്ളിൽ നോക്കുന്നു. സക്കരിയ അലൈഹിസ്സലാം, സക്കരിയ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് അവർ ചെയ്ത പണി ക്രൂരമാണ്. ആ ക്രൂരതയാണ് ലോകത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണിച്ചോരയില്ലാത്ത ക്രൂരതയാണ് ഈ റമളാനിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അവർ നീ പരാജയപ്പെടുത്തണേ റബ്ബേ, അവരെ നീ നശിപ്പിക്കണേ റഹ്മാനെ. എന്താ ആദ്യം പറയുന്ന ഉഷാറ് കുറവ്? അല്ലാഹു, അവരെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. പാവങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എന്താ ചെയ്തെന്നറിയോ? നമ്മളെ മരം മുറിക്കുന്ന ഈർച്ചവാൾ അറിയില്ലേ? വലിയൊരു ഈർച്ചവാൾ കൊണ്ടുവന്നു. ചെറുപ്പത്തിൽ കാണാം നമ്മുടെ പ്രവാചകന്മാർ എത്രത്തോളം സ്നേഹിച്ച്. ആ കണക്കിൽ നമ്മൾക്കൊക്കെ എന്ത് വിഷമമുള്ളത്, നമുക്കൊക്കെ എന്ത് വിഷമമുള്ളത് ഉമ്മമാരെ. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അവർ 2 ഭാഗത്തേക്ക് വലിയ ഈർച്ചവാൾ കൊണ്ടുവന്ന് മുകളിൽ പിടിച്ചു. കുറച്ചാൾ അപ്പുറം, കുറച്ചാൾ ഇപ്പുറം. എന്നിട്ട് ആ മരം ഇങ്ങനെ മുറിക്കാൻ തുടങ്ങി. ഈർച്ചവാൾ കൊണ്ട് 2 ഭാഗത്ത് നടുകന്തലയിൽ വെച്ച് മുറിച്ച് ആ മരം മുറിയുന്നതോടൊപ്പം തന്നെ മഹാനായ സക്കരിയ പച്ചയായ മനുഷ്യന്റെ തലയോട്ടിയിലേക്ക് ഈർച്ചവാൾ കയറിയിറങ്ങി.
കീറി മുറിച്ചു. രണ്ട് ഭാഗത്തേക്ക് വിറക് കീറിയിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. അതുപോലെ മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് പൊളപ്പായി, രണ്ട് ഭാഗമായി, രണ്ട് ഭാഗത്തേക്ക് മരിച്ചു വീഴുന്ന ചരിത്രം പറയുന്നത് കാണാം. ഇത്രയും വലിയ ത്യാഗം സഹിച്ചവരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. നമ്മൾ ചിന്തിച്ചു നോക്കിയ ഒരു പൊട്ടുസൂചി നമ്മുടെ ദേഹത്തേക്ക്, ഒരു സൂചി, ഒരു ബ്ലേഡ് നമ്മുടെ ശരീരത്തിലേക്ക് മുറിഞ്ഞാൽ നമ്മുടെ വേദന കൊണ്ട് കുറയും. ജീവനോടെ ഇരിക്കുക സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഒച്ച പോലും ഇട്ടിട്ടില്ല. പറഞ്ഞു അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈർച്ചവാൾ തലയിലൂടെ ഒരു മനുഷ്യന്റെ, പച്ചയായ മനുഷ്യന്റെ തലയിലൂടെ ഈർച്ചവാളിനെ മുറിഞ്ഞു പോകുമ്പോൾ അനങ്ങാതിരിക്കാൻ മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടുന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാഹു അല്ലാഹു. ആ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനാണ് മഹാനായ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം. ആ യഹ്യ നബിയോടാണ് അല്ലാഹ് പറഞ്ഞത് ഇന്നല്ലാഹ അമറ യഹ്യ ഇബ്നു സക്കരിയ. അല്ലാഹ് പറയാണ് സക്കരിയയുടെ പൊന്നുമോൻ യഹ്യയോട് നമ്മൾ കൽപ്പിച്ചു ബിൽ ഖംസി കലിമാത്ത്. 5 കലിമത്ത് കൊണ്ടാണ് ലോകത്ത് ഏത് മനുഷ്യനും അറിയേണ്ട 5 കാര്യമാണ്. വിശ്വാസിയാകുന്ന ഏതൊരാളും അറിയേണ്ട 5 കാര്യം കൊണ്ടാണ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു അയ്യഅമല ബിഹാ. സക്കരിയ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹ് പറയാണ് അയ്യഅമല ബിഹാ. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണേ. വയഖുറു ബിഹാ ബനു ഇസ്രായീൽ. പോരാ ആ 5 കാര്യം കൊണ്ട് നിങ്ങളെ കൗമായ സമുദായമായ ബനു ഇസ്രായേൽ അറിയിച്ചു കൊടുക്കണേ, കൽപ്പിക്കണേ. എന്നിട്ട് മാത്രമല്ല അയ്യഅമലു ബിഹാ, അതുകൊണ്ട് അവർ കൂടി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പോരാ എന്നിട്ട് ഓരോ കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഈ 5 കാര്യമുണ്ട്. 5 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഏതാണ്? ഒന്നാമത്തത് അൻതഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹു തആല പറഞ്ഞില്ലേ, മഹാനായ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞില്ലേ, ഖൗമിനോട് പറഞ്ഞു കൊടുക്കണം 5 കലിമത്ത് കൊണ്ട്. അതിൽ ഒന്നാമത്തെ കലിമത്ത് ഏതാണ്? അൻതഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. അൻതഅബുദുല്ലാഹ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, ആ അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കുചേർക്കരുത് എന്ന് മഹാനായ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. അത് അങ്ങയുടെ സമുദായത്തോട് പറയണമെന്ന് അല്ലാഹ് വീണ്ടും ഉണർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ നിലനിൽക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നോമ്പ്. ആ നോമ്പിനെ കുറിച്ചും അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. നോമ്പെടുക്കാൻ നമ്മളിങ്ങനെ ചിന്തിക്കും, ഖുർആനിൽ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും. ഖുർആനിൽ പറയുന്നത് കാണാം, നമുക്ക് മാത്രമുള്ളതല്ല നോമ്പ്. കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലൈക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരിലേക്ക് നോമ്പ് ഫർളാക്കിയതുപോലെ, പരിശുദ്ധമായ റമദാനിൽ നോമ്പ് ഫർളാക്കിയതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയെന്ന് പറയുന്നതിലെ ഖുർആനിൽ കാണാം, സൂറത്തുൽ ബഖറയിൽ. ഇത് തന്നെയാണ് മഹാനായ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമിനോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം നോമ്പിനെ കുറിച്ചാണ്. മൂന്നാമത്തെ കാര്യം സകാത്തിനെ കുറിച്ചാണ്. അവർ കൃഷിക്കാരാണ്, കച്ചവടക്കാരാണ്, അവർ ബിസിനസ്സുകാരാണ്, ബിസിനസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരോടാണ് മഹാനായ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്, സകാത്ത് കൊടുക്കണേ, അത് അവകാശപ്പെട്ടവരിലേക്ക്, അവരെ കരങ്ങളിലേക്ക് എത്തിക്കണേ. പാവപ്പെട്ടവന്റെ അവകാശമാണ് സകാത്ത്, ഔദാര്യമല്ല. ഇതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് സകാത്തിനെ കുറിച്ച് തന്നെ പറയാം. സകാത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഔദാര്യമല്ല, മറിച്ച് അല്ലാഹുവിന്റെയും നിങ്ങളുടെ മേൽ ബാധ്യതയാക്കിയിരിക്കുന്ന കടമയാണ്, ബാധ്യതയാണ്. അത് കൊടുക്കൽ നിർബന്ധമായ കാര്യമാണ്.
അത് കടമപ്പെട്ടതാണ്, അത് ഔദാര്യമല്ല. ഏതെങ്കിലും നമ്മുടെ പൈസയ്ക്ക് വേണ്ടി പാവപ്പെട്ടവൻ നമ്മുടെ മുമ്പിലേക്ക് വന്ന് കൈനീട്ടി ഓശാരമായി യാചിച്ച് വാങ്ങേണ്ട ഒരു സംഗതിയല്ല സകാത്ത് എന്ന് അവരോട് താങ്കൾ പറഞ്ഞു കൊടുക്കണേ അല്ലാഹു ഉണർത്തുകയാണ്. ഇന്നത്തെ മുതലാളിമാരോട് പറയേണ്ടതും അത് തന്നെയാണ്. എത്ര പേരാണ് സകാത്ത് കൊടുക്കാതെ മാറിയിരിക്കുന്നത്? ബിസിനസ് ചെയ്ത് പറയാതിരിക്കാൻ കഴിയില്ല. ബിസിനസ് ചെയ്ത് കച്ചവടം വെച്ച് അവസാനം ഈ നാൾ വരെ സകാത്തിന്റെ ഒരു വിഹിതം പോലും കൊടുക്കാതെ മാറി നിൽക്കുന്നവർ, അവർക്ക് താക്കീതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എടാ മോനെ, നാളെ നീ മഹ്ശറയിൽ വരുമ്പോ ആ സകാത്ത് മുഴുവനും ഒരു മാല പോലെ നിന്റെ കഴുത്തിലേക്ക് തോളിലേക്ക് ഒരു പാമ്പിനെ പോലെ നിനക്ക് ചുറ്റപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവർ ഖേദിക്കുന്ന സമയം വരാനുണ്ട്. സകാത്ത് കൊടുക്കാൻ സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, അതിനുള്ള ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പോലും സകാത്ത് കൊടുക്കൽ നിർബന്ധമായവനാണ്, സകാത്ത് കൊടുക്കൽ നിർബന്ധമായവളാണ്. എന്നിട്ട് കൊടുക്കാതെ വെക്കുന്ന മനുഷ്യരോട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം വരാനുണ്ട്, അവസാന സമയം വരാനുണ്ട്, ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയം. ഈ മനുഷ്യന്മാര് മുഴുവനും സകാത്തിന്റെ വിഹിതം കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നടക്കും, ഇത് എന്റെ സകാത്താണ്, നിനക്ക് വേണോ നിനക്ക് വേണോ എന്ന് ഒരു സമയം ഇവർ ചോദിച്ച് നടക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അന്നാരും വാങ്ങൂല, അന്നാരും വാങ്ങൂല. കാരണം എല്ലാവർക്കും പൈസ ഉണ്ടാവും. ഓരോരുത്തരെന്താ പറയുന്നറിയോ, ഇപ്പം വേണ്ട. ഇപ്പൊ ആവശ്യക്കാർ ധാരാളം ഉണ്ടാവും, പാപങ്ങൾ ഒരുപാടുണ്ടാവും. അവർക്ക് ഇപ്പൊ കൊടുക്കാതെ പിന്നേക്ക് മാറ്റിവെച്ചാൽ തങ്ങൾ പറയാണ്, അവനെ കൊണ്ട് നാളെ അള്ളാഹു എച്ചിൽ മാത്രം എടുപ്പിക്കും. അവനെ നാളെ അള്ളാഹു വട്ടം കറക്കുന്ന സമയം വരാനുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സകാത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു പറഞ്ഞത്. അപ്പൊ സകാത്ത് മൂന്നാമത്തതാണ് ഏറ്റവും വലിയ പോയിന്റ്. അള്ളാഹനെ ഓർക്കുന്ന വിഷയമാണ്. സമാധാനത്തിന്റെ ഏറ്റവും വലിയ ചുണ്ടുപലക അള്ളാഹനെ ഓർക്കലാണ് എന്ന് അവരോട് താങ്കളെ കൗമിനോട് സമുദായത്തോട് പറഞ്ഞു കൊടുക്കണേ എന്ന് അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹ് പറഞ്ഞില്ലേ ഖുർആനിലൂടെ, ഏറ്റവും വലിയ സമാധാനമുള്ളയാള്, ഏറ്റവും വലിയ ആശ്വാസമുള്ളയാള്, ഏറ്റവും വലിയ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വഴി കണ്ടെത്തുന്നയാള് അള്ളാഹനെ ഓർക്കുന്ന, അള്ളാഹനെ സ്മരിക്കുന്ന ഖൽബിന്റെ ഉടയവരാണ് എന്ന് അള്ളാഹ് പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറയുന്നു. നാലാമത്തെ കാര്യം മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ഉണർത്തിയത്, ഏത് അവസ്ഥയിലായാലും, ഏത് പ്രതിസന്ധിയിലായാലും, ഏത് ലോകത്തിലായാലും, ഏത് കിട്ടാവട്ടത്തിലായാലും, ഏത് അവസ്ഥ മോശമായ അവസ്ഥയിലായാലും നല്ല അവസ്ഥയിലായാലും അല്ലാഹനെ ഓർക്കുന്ന ഖൽബ് വേണേ. അതിലൂടെ ഹാമിദീങ്ങളാവണേ, അതിലൂടെ ശാകിരീങ്ങളാവണേ എന്ന് മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഖൗമിനോട് ഉത്ബോധിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് ഹബീബായ തങ്ങളും നമ്മളോട് പറഞ്ഞത്. ഹബീബായ തങ്ങളും ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. അല്ലാഹനെ ഓർക്കണേ സ്വഹാബ, അല്ലാഹനെ ഓർക്കണേ മുഅ്മിനീങ്ങളെ. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത് ഇത് തന്നെയാണ്. എന്നിട്ട് ഈ ഓർക്കുന്ന കാര്യം പറയുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാരോട് ഉദാഹരണം പറയുന്ന കാണാം. കമസലി റജുലിൻ ഹറജൽ ഖദൂവ ഫി അസരിഹി സറാഹൻ ഹത്താ അലൈഹി മഹ്ഫുള്ള ഇലാ ഹഫ്ള
മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ വരവേൽപ്പിക്കുന്ന മുഅ്മിനിന്റെ കോട്ട, മുഅ്മിനിന്റെ കവചം, വിശ്വാസിയുടെ കവചം എന്ന് പറയുന്ന ഈ വിഷയത്തിൽ പറയുമ്പോൾ ഒരു മുഅ്മിനിന്റെ വിശ്വാസം എപ്രകാരമായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏത് തരത്തിലായിരിക്കണം, ഏത് മട്ടത്തിലായിരിക്കണം, ഏത് ഭാവത്തിലായിരിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹാന്മാര് പറയുന്നത് കാണാം. ഒരു പുരുഷനെ പോലെയാണ് അവൻ ഓടി പോവുകയാണ് ശത്രുവിനെ തൊട്ട്. എന്നിട്ടോ ഒരു ഗുഹയിലേക്ക് പെട്ടെന്ന് അവൻ ഓടിക്കയറുകയാണ്. അവനെ സംരക്ഷിക്കുന്ന രീതിയിൽ, അവന് പരിചയമാകുന്ന രീതിയിൽ. ശത്രുവിനെ കൊണ്ട് ഓടിപ്പോയി അതിന് ഉള്ളിൽ കയറി, കോട്ടയുടെ ഉള്ളിൽ കയറിയപ്പോൾ ശത്രു വന്നായി വിട്ടുപോയി. അവൻ രക്ഷപ്പെട്ടു, ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്രകാരമാണ് മഹാന്മാര് പറയുന്നു, ഈ പറഞ്ഞ ഉദാഹരണം ഇതുപോലെയാണ്. ഇതുപോലെയാണ് അല്ലാഹുവിന്റെ അടിമ. അവന്റെ ശരീരം ശൈത്വാന്റെ ശരീരത്തിൽ അവന്റെ കീഴടങ്ങൂല, അല്ലെങ്കിൽ വിട്ടുപോകൂല. ഇല്ല അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടല്ലാതെ. അപ്പൊ ആ ശത്രു എന്നത് ശൈത്വാനാണ്. മഗുഹ എന്ന് പറയുന്ന ആ സംരക്ഷണം കൊടുത്ത സാധനം അള്ളാഹുവിന്റെ ദിക്റുമാണ്. അതിനെക്കുറിച്ച് താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരാൾ ഓടി, ശത്രുവിനെ പേടിച്ച് ഓടി ഗുഹയിലേക്ക് ഓടിച്ചു. ആ ഗുഹ അവർക്ക് സംരക്ഷണം കൊടുത്തു, ശത്രു എന്തായി തിരിച്ചു പോയി. ഇതുപോലെ മുഅ്മിനായ മനുഷ്യൻ ഓടേണ്ടത് എവിടത്തേക്കാണ്? അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിപ്പോവണേ. ഖുർആൻ പറയുന്നില്ലേ, അല്ലാഹുവിലേക്കാണ് നിങ്ങൾ ഓടിപ്പോവേണ്ടത്. അത് തന്നെയാണ് മഹാന്മാര് പറഞ്ഞത്. ഒരടിമയുടെ ഉദാഹരണം, നഫ്സിനെ കീഴടക്കാൻ പറ്റൂല, തോൽപ്പിക്കാൻ പറ്റൂല. എപ്പോ? അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹിനെ സ്മരിക്കുന്ന ഉമ്മയാണോ, അള്ളാഹിനെ സ്മരിക്കുന്ന പെങ്ങളാണോ, അള്ളാഹിനെ ഓർക്കുന്ന സഹോദരിമാരാണോ നമ്മള്? അള്ളാഹിനെ ഓർക്കുന്നവരാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ ഓർക്കുന്ന ഒരു അടിമയായ മനുഷ്യനെ, ഒരു അടിമതിയായ സ്ത്രീയെ, ഒരു മുഅ്മിനായ അടിമയെ ഇബ്ലീസിനെ പ്രിയപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. തങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. മഹാന്മാരെ ഇമാമികൾ അതാണ് ഇതിലൂടെ പറയുന്നത്. മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വന്നതിന്റെ അകംപൊരുൾ, ഉൾപ്പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരം ഇത് തന്നെയാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരണ്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ശൈത്വാൻ നമ്മളെ തൊട്ട് വിദൂരത്താകുകയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിനും ദിക്ർ, പോകുമ്പോഴും വരുമ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും അതുപോലെ കിടക്കുമ്പോഴും ഒക്കെ ദിക്ർ പറയുന്നത് എന്തിനു വേണ്ടിയാ? ഈ ശൈത്വാനെ നമ്മുടെ സാമീപ്യത്തിൽ ഒഴിവാക്കാൻ, സമീപത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ നാമം പറയുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, രണ്ടാമതും അവിടെ പറയുകയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നിട്ട് മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ അകംപൊരുൾ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത് കാണാം. ഖുർആനിൽ കാണാം, സൂറത്തുൽ ഫാത്തിറിൽ, ഇന്ന ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദുഹു അദുവാ. നമ്മ നേരെ തിരിച്ചാണ്. ഒരു എതിരാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എതിരാളിയെ മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യൻ ഒരാൾ എതിരാണെങ്കിൽ അയാളെ പരമാവധി നമ്മൾ എതിര് കാണിക്കാതെ നമ്മുടെ കൂടെ നിർത്തിക്കാൻ നോക്കുക, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷേ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത വസ്തുവാണ് ശൈത്വാൻ. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യന്മാർ തമ്മിലുള്ള ശത്രുത നീങ്ങും, പക്ഷെ പിശാചിന്റെ ശത്രുത നീങ്ങിപ്പോകില്ല. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഒരു മനുഷ്യൻ ഖിയാമത്ത് നാൾ, ഒരു മനുഷ്യന്റെ ഖിയാമത്ത് നാൾ അവന്റെ മരണമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. മരണം വരെ ഒരു കോംപ്രമൈസും ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. അതാണ് ഇബ്ലീസ്. എന്നിട്ട് ലാസ്റ്റ് കൈവിടും.
ലാസ്റ്റ് കൈവിടുന്ന ഒരു സമയമുണ്ട്. എപ്പോന്നറിയോ? നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥലത്ത് മൂപ്പറുണ്ട്. ആ നരകത്തിന്റെ പടിമാറുണ്ട്. വലിയ ഹുതുബ നടത്തുന്ന വലിയ പ്രസംഗം ഈറുപാട് അതിലേക്ക് വരാം. ആര്? ശൈത്വാൻ. ശൈത്വാൻ നരകത്തിന്റെ കവാടത്തിന്റെ അടുക്കൽ വന്ന് ഒരു വിഭാഗത്തെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തള്ളപ്പെടുന്ന സമയത്ത് നരകത്തിലേക്ക് പോകാൻ പോകുന്ന മനുഷ്യന്മാർ കടക്കുന്നതിന് പോകാനാണ് വന്ന് നോക്കും. ശൈത്വാൻ ഇബ്ലീസ് വന്ന് അവിടെ നിന്നിട്ട് വലിയ ഒരു പ്രസംഗം നടത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ട് വലിയൊരു പ്രസംഗം നടത്തും. അതിലേക്ക് വരാം. സൂറത്തുൽ ഫാത്തിർ പറയുന്ന കാണാം, ഇന്ന ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ്വാ. അല്ലാഹു തആല പറയാണ്, ഇന്ന ശൈത്വാന ലക്കും, നിങ്ങൾ മുഅ്മിനീങ്ങളാവണമെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാവണമെങ്കിൽ, അല്ലാഹുവിന് ഇഷ്ടമുള്ള ആബിദാവണമെങ്കിൽ, ആബിദത്തായ സ്ത്രീയാവണമെങ്കിൽ അല്ലാഹു പറയുകയാണ്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വാ. ശൈത്വാൻ നിങ്ങളെ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായിട്ട് തന്നെ കണക്കാക്കണേ എന്ന് പറയുകയാണ്. അവനെ മിത്രമാക്കേണ്ട ആവശ്യമില്ല. അവനെ സ്വന്തക്കാരനെ പോലെ കൂട്ടി നടക്കുന്നവരാണ് നമ്മിൽ കൂടുതൽ ആളുകളും. നമുക്കറിയാം, പലപ്പോഴും പറയാറില്ലേ, തറാവീന്റെ സമയങ്ങളിലല്ലേ. ഇന്നലെ ഞാൻ ഒരു പരിപാടിക്ക് പോയ സമയത്ത് പോലും, കണ്ണൂർ ഭാഗത്തേക്ക് പരിപാടിക്ക് പോയ സമയത്ത് പോലും തറാവീഹ് പോലും നമസ്കരിക്കാതെ, ഒരു നമസ്കാരം പോലും ഇല്ല, ഉറപ്പിച്ച് പറയുകയാണ് നമ്മുടെ ഉമ്മമാര്, നമ്മുടെ സമുദായത്തിൽ ഒരുപാട് സ്ത്രീകള്, കുട്ടികള്, പെൺകുട്ടികൾ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. ഫെസ്റ്റിന്റെ പേരിൽ ഒരുപാട് പേര് ഇന്നലെയും അലഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ അറിയാതെ ഓർത്തുപോയി, അവർ ശൈത്വാന്റെ ആൾക്കാർ തന്നെയാണ്. അവർക്കെന്താണ് അല്ലാഹുവിന്റെ ദീന്, അവർക്കെന്താണ് റബ്ബിന്റെ തറാവീഹ്, അവർക്കെന്താണ് റബ്ബിന്റെ റവാത്തീബ്, അവർക്കെന്താണ് ഫർദ് നമസ്കാരം, എന്താണ് നോമ്പ്, ഏതാണ് നോമ്പ്, നോമ്പിന്റെ പ്രതിഫലം എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് കരഗതമാവുക, എങ്ങനെയാണ് അത് ബാത്തിലാവുക, ഒന്നും അറിയാതെ തോന്നിയ പോലെ നാൽക്കവലകളിൽ നാൽക്കാലികളിൽ മേച്ചിൽപ്പുറങ്ങളിൽ മേയുന്നത് പോലെ മേഞ്ഞു നടക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. അത് തന്നെയാണ് അല്ലാഹു തആല പറയുന്നത്. അത് തന്നെയാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വാ. ശൈത്താൻ നിങ്ങളെ ശത്രുവാണ്. പോരാ ഫത്തഖിദൂഹു അദുവ്വാ. അവരെ നിങ്ങളെ ശത്രുവായിട്ട് തന്നെ കണക്കാക്കണം. സൂറത്ത് യൂസുഫിൽ അല്ലാഹു വീണ്ടും പറയുന്നത് കാണാം. എന്താ അല്ലാഹു തആല പറയുന്നത്, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. അല്ലാഹു പറയുന്നത് കാണാം. സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി. പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രുവാണ് അല്ലാഹു പറയുകയാണ്. വ്യക്തമായ ശത്രുവാണ് പിശാച്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യന്മാർ തമ്മിൽ പിണങ്ങി കഴിഞ്ഞാൽ, അവർ കുറച്ചു കഴിഞ്ഞാൽ ഇണങ്ങാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. പരസ്പരം തെറ്റ് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞവർ പരസ്പരം കൈപിടിച്ച് പൊരുത്തപ്പെട്ട് പരസ്പരം ശത്രുക്കളായവർ നാളെ മിത്രങ്ങളായി മാറാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇബ്ലീസിന്റെ കാര്യത്തിൽ, ശൈത്വാന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞത്, നിങ്ങളെ മുഅ്മിനീങ്ങളാക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ വിശ്വാസിയല്ലാതെയാക്കുന്നതും. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. തീർച്ചയായും ശൈത്വാൻ എന്ന് പറയുന്നത്, പിശാച് എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് തന്നെ ഏറ്റവും വലിയ വ്യക്തമായ ശത്രുവാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എങ്ങനെ വ്യക്തമായ ശത്രുവാകുന്നത്? അവൻ നമ്മൾക്ക് കാണാൻ കഴിയില്ല, പ്രത്യക്ഷത്തിലല്ലോ അവൻ ഇരിക്കുന്നത്, അപ്രത്യക്ഷത്തിലല്ലേ. അപ്പൊ എങ്ങനെയാ വ്യക്തമായ ശത്രുവാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും, ശത്രുവിന്റെ മിത്രമാവാൻ കഴിയും. എന്നാൽ ശൈത്വാന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കോംപ്രമൈസ് ഉണ്ടാവുകയില്ല. ഖിയാമത്ത് നാൾ വരെ, മരണം വരെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
പരമാവധി ലോകത്തുള്ള ഓരോ വിശ്വാസിയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമേ അവൻ ശ്രമിക്കാറുള്ളൂ. അള്ളാഹുവിനോട് ആദ്യം തന്നെ വരദാനം എടുത്തതല്ലേ, ലോകത്ത് ഓരോ മനുഷ്യരെയും ഞാൻ പ്രിയപ്പിക്കാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു എന്താ പറഞ്ഞത്? അതിലെന്റെ മുഅ്മിനീങ്ങളായ മനുഷ്യരുണ്ട്, അവരെ ലോകത്തിൽ പോലും തൊടാൻ നിനക്ക് സാധിക്കൂല എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അല്ലാഹു പറയാ ഖുർആനിൽ പിന്നെ കാണാം സൂറത്തുൽ സുഹ്റഫിൽ എന്താ വിശ്വാസി എവിടെയാണ് നമ്മുടെ ജീവിതം തെറ്റിപ്പോയത്? നമ്മളിങ്ങനെ പറയും ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ശൈത്താൻ എതിരെ തന്നെയാണ്, പക്ഷേ എന്നാലും മനസ്സ് മാറിപ്പോകുന്നു. നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ ചിന്ത മാറിപ്പോകുന്നു, നോമ്പെടുത്തു കഴിഞ്ഞാൽ വേണ്ടാത്ത ചിന്തകൾ മനസ്സിലോട്ട് വരുന്നു എന്ന രീതിയിൽ നമ്മൾ പിന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഏറ്റവും വലിയ വ്യക്തിഭാഗിയിട്ടുണ്ട്. വിവാഹങ്ങൾ പറയാതെ നിങ്ങൾ അള്ളാഹുവിനെ കൈവരേണ്ട കാര്യമില്ല. കാലത്തെ നിങ്ങൾ കൈവരയാൻ പാടില്ല. ആ കാലം എന്ന് പറഞ്ഞാൽ അള്ളയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്കുണ്ടാവുന്ന വീഴ്ചയിൽ നമ്മളെ സ്വയം കൈവരയുക, നമ്മുടെ വീഴ്ച നമ്മൾ സ്വയം കണ്ടെത്തുക, അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്ന രീതിയിലേക്കാണ് അള്ളാഹു ഖുർആനിൽ പറയുന്ന അവരെ കുറിച്ച് എന്തുകൊണ്ടാണ് ശൈത്താന്റെ ആൾക്കാരായി തീരുന്നത്, എന്തുകൊണ്ടാണ് വിശ്വാസി അല്ലാതായി തീരുന്നത്, എല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്റെ ചിന്ത ഇബ്ലീസിന്റെ വഴിയിൽ നിൽക്കാം. നിസ്കാരമുണ്ട്, ബോധമുണ്ട്, എല്ലാം ഉണ്ട്, തഹജ്ജുദുണ്ട്, എന്നിട്ട് നമ്മുടെ കൽബ് പിശാചിന്റെ അടിമ വലയത്തിലേക്ക് ചെന്നപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അല്ലാഹു പറയാണ് നിങ്ങൾ തന്നെയാണ് കാരണക്കാർ, ഞാനും നിങ്ങളും തന്നെയാണ് അതിന്റെ കാരണക്കാർ. എന്താ കാരണം? അതിന് അല്ലാഹു തന്നെ പറയാണ് സൂറത്തുൽ സുഹ്റഫിൽ പറയുന്നത് കാണാം, റഹ്മാനായ റബ്ബ് നൽകിയ ജീവിതത്തിൽ കണ്ണടക്കുന്നവരാണ് അവർ. റഹ്മാനായ അല്ലാഹു നൽകിയ ജീവിതത്തിൽ അവർ അന്ധത ഭാവിക്കുന്നവരാണ്, കണ്ണടച്ച് ഇരുട്ടാകുന്നവരാണ് അവർ. ചെയ്താൽ ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ മതി എന്ന് ചിന്തിച്ചു പോകുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹിനെ കുറിച്ച് അവർ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ അവർ ഉള്ളിലേക്ക് കയറി ചെന്നിട്ടില്ല. അവരിങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ തന്നെയാണ് ശരി, അതിലേക്ക് വരാം, ഇതൊക്കെ തന്നെയാണ് ശരി, ഇങ്ങനെ ആയാൽ മതി എന്ന രീതിയിൽ, ബാക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് തോന്നിപ്പിക്കുന്ന വിഷയമാണ്. റഹ്മാനായ റബ്ബിന്റെ ജീവിതം അല്ലാഹു തന്ന അനുഗ്രഹം ആ റബ്ബ് നൽകിയ ജീവിതത്തിലേക്ക് കണ്ണടക്കുന്നവർ അല്ലെങ്കിൽ ഇരുട്ടാക്കുന്നവർ അവരാരാണ്? അവർ പിശാചിന്റെ കൂട്ടാളികൾ ആയിരിക്കും എന്ന് പറയുകയാണ്. ഒരുപാട് നിയമത്തുകൾ അല്ലാഹു തന്നിട്ടുണ്ട്, ഒരുപാട് നമസ്കാരമുണ്ട്, ഒരുപാട് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നവർ തന്നെയാണ് നമ്മൾ. പക്ഷേ എവിടെയോ ഒരു തകരാറ്, ഉള്ളിന്റെ ഉള്ളിൽ ഈമാന്റെ ഒരു കെടുതി വന്നുപോയി, ഉള്ളിന്റെ ഉള്ളിൽ ഈമാൻ ഒരു ആളിക്കത്തലില്ലാതെ പോയി, ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു തകരാറ് പാളിച്ച വന്നുപോയി. അവർ പിശാചിന്റെ കൂട്ടാളികളാണ് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. പിന്നെ അവർക്ക് പ്രത്യേകത അല്ലാഹു പറയുന്ന അപ്പൊ നമുക്ക് ചിന്തിക്കും, അങ്ങനെ അള്ളാഹുവിന്റെ വഴിയിലായി ജീവിച്ചിട്ട് പിന്നെ എങ്ങനെയാ മനസ്സ് മാറിപ്പോകും? നമ്മൾ അങ്ങനെ ചിന്തിക്കും, ഞാനെപ്പോഴും റബ്ബിന് വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത്, പിന്നെ എങ്ങനെയാണ്? ഇതരാഴ്ച എങ്ങനെ മൂലോത്സവത്തിൽ ഒരു കുട്ടി വന്നു, ഞങ്ങളൊക്കെ ഉത്സാഹത്ത് പോകും, വ്യാഴാഴ്ച ദർസുണ്ടാവില്ല, ദർസില്ലാത്തപ്പോ അന്ന് ജീപ്പൊക്കെ ആക്കിയിട്ട് നമ്മൾ കുട്ടികളുടെ ഉത്സാഹത്തിന്റെ സമാധാനം കൊടുക്കുന്നത് ബെല്ലുസ്ഥാനത്ത് പോകും, മൂലോത്സവം കാണാം. നമ്മളവിടെ പോയ അടുത്തിരുത്തും, എൻ്റെ മക്കൾ വന്നല്ലോ. അപ്പൊ അങ്ങനെ അടുത്തിരുത്തി പുസ്തകം കുടിക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിച്ചുള്ള എന്താ ചില ആർക്കും കുറച്ച് കൊടുത്ത് അവരൊരു റാഹത്താണ് ആ മുഖത്തിങ്ങനെ നോക്കിയിരിക്കാൻ. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, അള്ളാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഇതിങ്ങനെ നമ്മളെങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഉസ്താനെ കാണാൻ വേണ്ടി പറയുകയാണ്. ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താൻ എന്തോ കൈമടക്കി കൊടുത്തു, അത് ചുറ്റിയിട്ട് കണ്ടുപിടിക്കും, എന്ത് പൈസ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ മനുഷ്യന്മാർക്ക് എന്ത് നോട്ട്, എന്ത് പൈസ, അത് ചുറ്റിയിട്ട് കണ്ടുപിടിക്കട്ടു. എന്റെ ചുറ്റുമോൻ എന്താ വന്നത്? അപ്പൊ കുട്ടി പറഞ്ഞ ഒരു കാര്യം, ഉസ്താദെ നിസ്കരിക്കാൻ ഭയങ്കര മടിയായി, നിസ്കരിക്കാൻ മടിയായി.
അപ്പൊ ചോദിച്ചു നിസ്കരിക്കാൻ മടി. അപ്പൊ കുഞ്ഞാക്കു ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്താ പറയുക? നിസ്കരിക്കാൻ മടിയാണ്. നിസ്കാരം ഒഴിവാക്കുമ്പോൾ പേടിയോ? ഏത് നിസ്കരിക്കുന്നില്ല, പക്ഷെ അത് ഒഴിവാക്കുമ്പോൾ ഭയം.